നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പ്രേരണാർത്ഥ ക്രിയയാണ് പഠിക്കാൻ പോകുന്നത്. പ്രയോഗിക രചനാക്ക് ആധാർ പർ 7 ഭേദങ്ങളുണ്ട് നമ്മൾ പഠിച്ചു. അതിൽ സാമാന്യ ക്രിയ പഠിച്ചു, സഹായ ക്രിയ പഠിച്ചു, സംയുക്ത ക്രിയ പഠിച്ചു, നാമധാതു ക്രിയ പഠിച്ചു. ഇന്ന് 5ാമത്തെ ഭേദമായിട്ടുള്ള പ്രേരണാർത്ഥ ക്രിയയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രേരണാർത്ഥ ക്രിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ആ ഒരു വേർഡിൽ നിന്ന് തന്നെ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാകും അല്ലേ. സ്വയം ചെയ്യാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതാണ് പ്രേരണാർത്ഥ ക്രിയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ, ഒരു കാര്യം ചെയ്യുക അല്ലേ, ഒരു കാര്യം ചെയ്യിപ്പിക്കുക, അതൊക്കെയാണ് നമ്മൾ ക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രേരണാർത്ഥ ക്രിയ നോക്കാം. वे क्रियाएं जिन्हें कर्ता स्वयं न कर अन्य से करवाता है പ്രേരണാർത്ഥ ക്രിയ कहलाती है. എന്താണ്? കർത്താവ് സ്വയം ചെയ്യാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ക്രിയകളെയാണ് നമ്മൾ പ്രേരണാർത്ഥ ക്രിയ എന്ന് പറയുന്നത്. എന്താണ്? കർത്ത സ്വയം ന കർ अन्य से करवाता है പ്രേരണാർത്ഥ ക്രിയ कहलाती है. കർത്താവ് സ്വയം ചെയ്യാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ പ്രേരണാർത്ഥ ക്രിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി നമുക്ക്. ജിനെ കർത്ത സ്വയം ന കർ अन्य से करवाता है പ്രേരണാർത്ഥ ക്രിയ कहलाती है. वे क्रियाएं जिन्हें कर्ता स्वयं न कर अन्य से करवाता है പ്രേരണാർത്ഥ ക്രിയ कहलाती है. എന്താണ്? കർത്താവ് സ്വയം ചെയ്യാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പ്രേരണാർത്ഥ ക്രിയ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിയാൽ വ്യക്തമാവും. അധ്യാപക് ഛാത്രസെ പാഠ് പഠുവാതാ ഹെ. എന്താണ്? അധ്യാപകൻ കുട്ടിയെ കൊണ്ട് പാഠം വായിപ്പിക്കുകയാണ്. മോഹൻ രോഹൻസെ പത്ര ലിഖ്വാതാ ഹെ. മോഹൻ രോഹനെ കൊണ്ട് പത്ര, അതായത് കത്ത് എഴുതിക്കുകയാണ്. മാം ബേട്ടി സെ കാം കർവാത്തി ഹെ. അമ്മ മകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ് അല്ലേ. ചെയ്യിപ്പിക്കുകയാണ്, ചെയ്യലല്ല ചെയ്യിപ്പിക്കുകയാണ്. എഴുതലല്ല എഴുതിപ്പിക്കുകയാണ്. പഠിക്കലല്ല വായിക്കലല്ല വായിപ്പിക്കലാണ്. കണ്ടോ? ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ പ്രേരണാർത്ഥ ക്രിയ എന്ന് പറയുന്നത്. ആ അണ്ടർലൈൻ ഇട്ട വേർഡ്സുകളാണ് നമ്മൾ പ്രേരണാർത്ഥ ക്രിയ എന്ന് പറയുന്നത്. ഞാൻ പാട് പഠിത്താഹും എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പാഠം വായിക്കുകയാണ്. അപ്പോൾ പഠുവാന എന്ന് പറയുമ്പോൾ വായിപ്പിക്കലാണ്. അപ്പോൾ ഇതാണ് പ്രേരണാർത്ഥ ക്രിയ. അപ്പോൾ എല്ലാവർക്കും പ്രേരണാർത്ഥ ക്രിയ ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ധന്യവാദ്.